ഈ ഔസേ പുണ്യാളന്റെ വേഷം ഞാൻ തന്നെ ചെയ്യണം. അതാ പാഞ്ചപ്പനെ കൊണ്ട് ജയിച്ചാൽ പോരായോ? ഔസേ പുണ്യാളൻ എന്താ കുഴപ്പം? അല്ല, ഈ ഓൾഡ് ഗെറ്റപ്പിലൊക്കെ വരുമ്പോ എന്റെ ആ ഫാൻസ് അങ്ങോട്ട്. ചേട്ടാ ഈ ഒരു കാര്യം ചെയ്യ്, ആ ഉണ്ണിയേശുവിന്റെ റോളങ്ങ് ചെയ്. അച്ഛനന്ന് ഞാൻ നോക്കത്തില്ല, ഞാൻ വല്ലതും പറയും കേട്ടോ. അതിന് ഔസേ പുണ്യാളന്റെ വേഷം മാത്രമല്ലല്ലോ, ഓരോരുത്തരും 2-3 റോള് ചെയ്യുന്നില്ലേ, പിന്നെന്താ? എന്നാ മതി, അല്ലാതെ ത്രൂ ഔട്ട് വയസ്സം വേഷം മാത്രം കെട്ടാൻ എന്നെ കിട്ടില്ല. അല്ല, ഈ കർത്താവായിട്ട് അഭിനയിക്കാൻ വന്ന ക്ലീറ്റസിന് വല്ല അഭിനയ പാരമ്പര്യവും ഉണ്ടോ? കണ്ടിട്ടൊരു നാണം കുണിങ്ങിയ പോലെ തോന്നുന്നു. ഇനി സ്റ്റേജിൽ കയറി വടി പോലെ നിൽക്കുവോടെ. അച്ഛാ, വലിയ വികാര വിക്ഷോഭമൊന്നും വേണ്ടല്ലോ, ശാന്തമായ ഡയലോഗ് ഡെലിവറി അല്ലേ, അതൊക്കെ ക്ലീറ്റസ് ചെയ്തോളൂ. ഏതായാലും ഞാൻ മനസ്സിൽ കണ്ട രൂപം ഒത്തു വന്നിട്ടുണ്ട്. നല്ല ശാന്തമായ പ്രകൃതം. ഇക്കാലത്ത് വൈൻ പോലും കഴിക്കാത്തൊരു നാടക നടനെ എവിടെന്നെങ്കിലും കിട്ടുമോ? ശരിയാ. എടാ ടോമി, ആ ലൈറ്റ് സൗണ്ട് ഒക്കെ നീ പെട്ടെന്ന് അങ്ങ് സെറ്റ് ചെയ്യണം കേട്ടോ. ശരി, ശബ്ദമൊക്കെ നല്ല ഇടിവെട്ട് പോലെ ഇരിക്കണം. ചമ്മട്ടിയുടെ അടിയൊക്കെ അങ്ങനെ മുഴങ്ങി കേൾക്കണം. ആ കർത്താവായിട്ട് അഭിനയിക്കാൻ വന്നിരിക്കുന്ന ക്ലീറ്റസ് 12 ശിക്ഷന്മാരെ എടുത്തിട്ട് അടിക്കുക. അയ്യോ, എന്താ കാര്യം? അങ്ങരുടെ ബാഗിനകത്ത് വെച്ചിരുന്ന ബ്രാൻഡി ആരോ എടുത്ത് കുടിച്ചെന്ന്. വേഗം ചെന്നില്ലെങ്കിൽ കർത്താവ് യൂദാസിനെ കൊല്ലും. എന്റെ പൈൻ്റെ അടുത്ത് ആരാടാ പന്നി? ഏതവനാടാ എന്റെ പൈൻ്റെ അടിച്ച് മാറ്റി? ഞാൻ ഈ സാധനം ഉപയോഗിക്കാറ് പോലുമില്ല. എന്നെ ഏതവനാടാ എന്റെ പൈൻ്റെ അടിച്ച് മാറ്റിയത്? അണ്ണന്റെ ബാഗ് ഓർന്ന് ഏതവനാണ് സാധനം എടുത്ത്? ദേ വീടിന്റെ ആധാരമായാണ് സഹിക്കും, പക്ഷെ ഇതാണ് സഹിക്കില്ല. അച്ഛോ, അച്ഛൻ ഇതിനൊരു സമാധാനം ഉണ്ടാക്കണം. എന്റെ ബാഗ് തുറന്ന് കുപ്പിയെടുത്ത ആരാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം, അല്ലെങ്കിൽ ഈ 12 എണ്ണത്തിനെ ഞാൻ കൊല്ലും. അയ്യോ ക്ലീറ്റസെ, പ്രശ്നം ഉണ്ടാക്കരുത്. അച്ഛോ, പ്രശ്നം ഉണ്ടാക്കുന്ന ഞാനാണോ? യുവമാരല്ലേ? ആർക്കാണെങ്കിലും വിഷമം ഉണ്ടാവില്ല അച്ഛോ. ഇന്ന് 1-ാം തീയതി ഇനി സാധനം കിട്ടുമോ? അണ്ണനാണെ ഉച്ചയോടിന് മുമ്പ് മധ്യാഹ്ന സംപ്രേഷണം പതിവാ. ഇന്ന് നീ എങ്ങനെ കഴിക്കാനാ? അച്ഛോ, എന്റെ അനുവാദം കൂടാതെ എന്റെ ബാഗ് തുറന്ന് എന്റെ കുപ്പിയെടുത്തവൻ ആരാണെന്ന് എനിക്ക് അറിയണം. അന്യന്റെ മുതൽ ആഗ്രഹിക്കരുന്നല്ലേ അച്ഛോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് കർത്താവായിട്ട് അഭിനയിക്കാൻ വന്നവന്റെ തന്നെ മുതലടിച്ചു മാറ്റിയാൽ എങ്ങനെ? ഈ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് പരിചയമുള്ള പോലീസുകാരുണ്ട്. ഈ മറ്റേ ഊതിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അതുകൊണ്ടൊന്ന് ഞാൻ എല്ലാവരെയും ഊതി. അതൊന്നും വേണ്ട, ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവനെ കൊണ്ട് ഊതിച്ചു നോക്കാമല്ലോ. ഇവിടെ ഊതറ. എങ്ങനെ അച്ഛോ യുവമാരെ വെച്ച് നാടകം മുമ്പോട്ട് കൊണ്ടുവന്ന്? എവിടെ നിന്ന് കിട്ടിയാച്ചോ ഈ കള്ള മോര്? അല്ല, എങ്ങോട്ടാ? പുറത്തെവിടെയെങ്കിലും കിട്ടുമോ നോക്കാം. അതിന് 1-ാം തീയതി അല്ലേ? വല്ല വാറ്റ മിലിറ്ററി എന്ന്. അച്ഛോ, കർത്താവായിട്ട് അഭിനയിക്കാൻ വന്നിരിക്കുന്ന ഈ ക്ലീറ്റസ് ആണോ? അതെ. ഇയാൾ ആരാണെന്ന് അച്ഛന്റെ വിചാരം? ഇയാളെ എനിക്കറിയാം. ചെറായിലുള്ള ഒരു ഭയങ്കര ഗുണ്ടയാണ്. മുടിയൻ ക്ലീറ്റസ് എന്ന് പറയുന്ന ഒരു പക്ക ക്രിമിനൽ. അടി കഴിഞ്ഞ കടലിൽ കുളിക്കുകയും ചെയ്യും. പ്രഷർ ടീമാണച്ചോ, എന്തെങ്കിലും കൊടുത്ത് നൈസായിട്ട് പറഞ്ഞു വിടുന്ന നല്ലത്. എന്തൊക്കെയായിരുന്നു തേജസാർന്ന മുഖം, സാത്വിക ഭാവം, ബെസ്റ്റ് കർത്താവ്. നാടകക്കാരാണോ? അതെ. ചേട്ടാ, ഇവിടെ എവിടെയില്ലേ മിലിറ്ററി സാധനം കിട്ടുമോ? മിലിറ്ററിന്ന് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? തോക്കോ, പാട്ടുണ്ടാകോ, അങ്ങനെ എന്തെങ്കിലും? മറ്റവൻ സുഡാങ്കി. ഓഹോ, മനസ്സിലായി. ഈ ജവാൻ ഓഫ് വെള്ളിമല. ഇവിടെ നീ സൈക്കിൾ എടുത്ത് നേരെ 10 ചവിട്ടിയാൽ മരപ്പാലം കഴിഞ്ഞ് 2ാമത്തെ വീട് എസ് മിലിറ്ററി ജാനമ്മയുടെ വീടാ. നല്ല വീടാ. ഈ പട്ടാളത്തിൽ വെച്ച് കുതിര ചവിട്ടിക്കൊന്ന ദിവാകരന്റെ ഭാര്യയായി ഈ ജാനമ്മ. പക്ഷെ ജാനമ്മ തരുവോന്നറിയത്തില്ല. മൊത്തമായിട്ട് ഇപ്പൊ പുറത്ത് കൊടുക്കുവാന്നാ കേട്ടെ. എന്നാലും നിങ്ങളൊന്ന് മുട്ടി നോക്ക്, ചിലപ്പോ കിട്ടും.
ഇവിടെ കിടിലം പെണ്ണുങ്ങളാണ് ട്ടാ. നാടക ട്രൂപ്പിലെ ഡ്രസ്സൊക്കെ തയ്ക്കുന്നവളാ. സ്വഭാവം വെച്ച് നോക്കുമ്പോ ബൈബിൾ നാടകത്തിലെ മഗ്ദലന മറിയം ആക്കാൻ പറ്റിയ പെണ്ണ. അഭിനയിക്കേണ്ടി വരില്ല, ജീവിച്ചോളും. ഈ താടി വീശക്കാരുടെ പേരെന്താ? ക്ലീറ്റസ്. ലീറ്റസ് എന്താ പൊട്ടനാ? അണ്ണാ ഓടാ. ക്ലാ, 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 ക്ലീ, ക്ലീ, ക്ലീ. ക്ലീറ്റസ് തിരിഞ്ഞു നോക്കി. മുറ്റത്ത് നിന്ന മൈന അകത്തിരുന്ന് വെട്ടിക്കളിക്കുന്നു. ഈ പാവം സഹദേവൻ വീണ്ടും സൈക്കിളിന്റെ തുരുമ്പ് തുടയ്ക്കാൻ പോകുന്നു.